ഓജാവോട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ചേട്ടൻ തന്നു വിട്ടു. പിന്നെ ഉണ്ടല്ലോ, ഞാനത് നമ്മുടെ ഹോസ്റ്റൽ റൂമിൻ്റെ കട്ടൻ്റെ അടി വെച്ചിട്ടുണ്ട്. ആരും അറിയില്ല ഇപ്പോൾ. യുൻജി ജീസോ അങ്ങനെ ആരും അറിയില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ കേട്ടോ. നമുക്ക് രാത്രി ചെയ്യാടി, ആരും കേൾക്കണ്ട. പിന്നെ ഇപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. എന്നിട്ട് അവരോടും കൂടി പറഞ്ഞേക്കാം. 12 മണിയൊക്കെ ആയിക്കൊണ്ട് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ, ബട്ട് അറ്റ് സെയിം ടൈം ഐ ആം സ്കാരി ടു. ആ, എൻ്റെ അവസ്ഥ അത് തന്നെയാ. പക്ഷേ ഇതൊക്കെ ചെയ്യാനല്ലേ ഒരു മനസ്സ് വേണ്ടാവണം. വാട്ട്? എന്താ ഈ പറയുന്നേ? ഓജോ ബോർഡോ? അയ്യോ, അത് വേണോ? അതെനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഇത് കളിക്കണോ കുക്കി? ഒന്ന് ആലോചിക്കുക. എൻ്റെ പൊന്നു ജിസോ, എൻ്റെ സമ്മതത്തിലൊന്നല്ല ഇത് കളിക്കണേ. ഇത് ലിസ പറഞ്ഞിട്ടാ. അവളാ എന്നോട് പറഞ്ഞത് നമുക്കൊന്നത് കളിച്ച് നോക്കാമെന്ന്. ഇത് കളിച്ചാൽ നമുക്ക് പ്രേതത്തിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി, ദാറ്റ്സ് ഇറ്റ്. പ്രേതത്തിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെങ്കിൽ അതല്ലേ അടിപൊളി. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഗൂസ്ബംപ് കയറുക. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി, ഒരു ബോയ് പ്രേതമാണെങ്കിൽ എന്ത് അടിപൊളിയായനെ. എൻ്റെ പൊന്നു ചെന്നി, നിൻ്റെ ഈ സ്വഭാവം ഒരിക്കലും മാറാൻ പോണില്ല. മതി മതി, നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കണ്ട. നമുക്ക് രാത്രി കൃത്യം 12 മണിക്ക് ഓജോ ബോർഡ് കളിക്കാം. അപ്പോൾ സെറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ? എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, മേഘത്തിന് കെട്ടുപോയല്ലോ. എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. പേടിക്കില്ല കുക്കി, നീ പേടിച്ച എൻ്റെ മൊത്തം കാറ്റ് പോകുന്നതിന് തുല്യ. നിങ്ങളൊരു ധൈര്യത്തില്ല കുക്കി ഞാനിപ്പോൾ ഇതിന് സമ്മതിച്ചത്. എന്നെ കൊണ്ട് വയ്യ. ധൈര്യമുള്ള ആരെങ്കിലും മേഘതിരി ഒന്ന് കത്തിക്കാൻ നോക്ക്. ആ, ഞാൻ മേഘതിരി ഇടി ഓജോട് കാണാനില്ല. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ വയ്യ. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഓജോട് കുക്കി അത് നോക്ക്, ഒരു ബുക്കല്ലേ അത്? ഇങ്ങനെയൊരു ബുക്ക് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതിന് പേജ് ഉണ്ടോ? ഇതെന്താ കുട്ടി ബുക്ക്? അതിനകത്ത് എന്താ എഴുതിയിട്ടുണ്ട്? ഞാനത് വായിക്കേ. എ സർപ്രൈസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു എന്നാ എഴുതിയേ? എടി, നീ ആ ബുക്കിന്റെ പേജ് ഒന്ന് തുറക്കേ. വാട്ട്? ലിസ, ലിസ, എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. ഈ ബുക്കിൽ നീ നാളെ മരിക്കും നോക്കി എഴുതിയേക്കണേ. സൊല്യൂഷൻ നോക്കടി. നിങ്ങളുടെ മുൻപിലൊരു വഴി മാത്രം. നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരെ കൈ മാത്രം നിങ്ങൾ ഇതിൽ നിന്നും രക്ഷപ്പെടും. ഇതെന്ത് വിഡിത്തരം? ഞാൻ പേടിക്കാൻ ആവശ്യമില്ല. കാരണം എന്നെ കാണാൻ നിങ്ങളെയും കാട്ടി കുറച്ച് ഭംഗി കൂടുതലാണ്. പിന്നെ കുറേ ആൾക്കാർ റിയലായിട്ട് പ്രേമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടും ചെയ്യുന്നുമുണ്ട്, ഇന്നും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് സ്കെയർ. നിന്നെ സ്നേഹിക്കുന്നവർ റിയലായിട്ടാണ് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അത്ര തന്നെ നമുക്ക് കണ്ടറിയാമല്ലോ. ലിസ, നീ പേടിക്കണ്ട. നിൻ്റെ കൂടെ ലൂക്കാസ് ഇല്ലേ? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അവൻ നിന്നെ പൊന്നു പോലെ നോക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ? പിന്നെ എന്തിനാ? നിൻ്റെ വയ്യാലയും കുറേ പേര് വരുന്നില്ലേ? അതുകൊണ്ട് നീ ഇപ്പം പേടിക്കണ്ട കേട്ടോ. കിടന്നോ. എൻ്റെ ഒരു ഭാഗ്യം. എനിക്ക് എന്തായാലും ഒന്നും സംഭവിക്കുന്നില്ല. എത്ര പേരായി ഇന്നെൻ്റെ വയ്യാതെ ചിലക്കാതെ കിടക്കടി. തുടങ്ങി. നിന്നെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ? തൊലി വെളുപ്പ് കൊണ്ടൊക്കെ ചിലങ്ങൾ സ്നേഹിക്കും. അതൊക്കെ ആണെങ്കിൽ നീ തട്ടിപ്പോകും. ലിസയുടെ പേര് മാത്രം ഇപ്പോൾ ഇവിടെ ഉള്ളത്. എനിക്കതിൽ നല്ല സങ്കടമുണ്ട്. ഇനി എന്താവും അറിയില്ല. ഞാൻ ഇന്ന് ലിസ നിൻ്റെ കൂടെ ഉണ്ടാവും നാളെയൊക്കെ. നീ പേടിക്കണ്ട. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? നീ എന്നും എനിക്ക് ഓരോരോ സ്വപ്നം കാണിച്ചു തരും. ആ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവളെ ഞാൻ പ്രണയിക്കുന്നതായി കണ്ടു. എനിക്ക് അവളെ അത്രമേൽ ഇഷ്ടമായതുപോലെ തോന്നുന്നു. അവളില്ലാതെ പറ്റാത്ത പോലെ തോന്നുന്നു. എന്താ ഇത്? എടാ, നീ കരയാണോ? എന്താടാ പറ്റിയേ? വീണ്ടും കണ്ടോ അവളെ? നീ കണ്ടിടാ, ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാലാഖയെ ഞാൻ കണ്ടു. എന്തെന്നറിയില്ല. ഇപ്പോൾ ഞാൻ ഇന്നും അവളെ തന്നെ കാണുന്നത്. കണ്ട് എനിക്കവളോട് പ്രണയം അടക്കമായി. പക്ഷെ ഇതുവരെ നേരിട്ട് എത്രയെന്ന് വെച്ചിട്ടാണ് നീ ഇങ്ങനെ സ്വപ്നത്തെ നെട്ടിയുണരാ? ഇനിയിപ്പോൾ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ഭൂമിയിൽ റിയലായിട്ടുണ്ടെങ്കിലോ? ഐ തിങ്ക് അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ
സ്കെച്ച് അതുണ്ടാവില്ല, സ്വപ്നത്തിലൊക്കെ കാണുന്നതാണല്ലോ. നീ പ്രണയിക്കുന്നുണ്ട്, നമുക്കൊരു ചിത്രം വരയ്ക്കുന്ന ആളടുത്ത് പോയിട്ട് പറഞ്ഞ് വരപ്പിക്കാം, ഓക്കെ? എന്നിട്ട് കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും ആ ഫോട്ടോ കൊണ്ട് കുട്ടിയെ തപ്പിയിറങ്ങാം. എന്നിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ടെത്തും, ഓക്കെ? ആ കുട്ടി എന്തായാലും ഈ ലോകത്തുണ്ടാവും. എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ ആ കുട്ടി നിന്നെപ്പോലെ ഒരാളെ തേടുന്നുണ്ടാകും. എന്താ, എൻ്റെ ചക്കൻ ഹാപ്പി അല്ലേ? നമുക്ക് നാളെ തന്നെ ഫോട്ടോ വരച്ച് ആ കുട്ടിയെ തേടാം. നിങ്ങളെന്തൊരു മനുഷ്യനാടാ. ഐ റിയലി ഹാപ്പി വിത്ത് യു ആൻഡ് ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിങ്ങളെപ്പോലുള്ള ഏട്ടനെ കിട്ടിയതിൽ അത്രയും ഞാൻ ലക്കിയാണെന്ന് തോന്നുന്നു. കോളേജ് കഴിഞ്ഞ് നേരെ പിയാനോ പഠിക്കാൻ വന്നു. ഇപ്പം നോക്ക് 7 ആവാനായി രാത്രി. എനിക്കൊന്നും വയ്യട്ടോ, ഞാൻ പോകട്ടോ. എനിക്ക് നല്ല തലവേദന. പിയാനോയുടെ ശബ്ദം കേട്ട് കേട്ട് എനിക്ക് മടുത്തെന്ന് തോന്നുന്നു. എന്നാൽ കുക്കി ഞാൻ പോവാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? അടിയതാ ഞാനും വരുന്നത്. നല്ല രീതിയിൽ വേർപ്പ്. എനിക്ക് ചൂടെടുക്കുന്നു. കുളിക്കാൻ തോന്നുന്നുണ്ട്. വരാം, ഞാനും വരാം. എടാ ജിസു, നീ പാഡ് കൊണ്ടുവന്നിനോ? എനിക്ക് വല്ലാത്ത വയറുവേദന. ഐ തിങ്ക് നൗ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് ബാത്റൂം പോയിട്ട് വരാം. നീ എൻ്റെ കൂടെ വരൂ? ആ, ഞാൻ വരാം. ഓ ലിസേ, നീ പിയാനോ വായിച്ച് കഴിയുന്നില്ലേ? നമ്മൾ രണ്ടാളും ഇപ്പോൾ ഒറ്റക്കായി പോയല്ലോ. ആടി, പിയാനോ വായിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. മ്യൂസിക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹാപ്പിനെസ് തരും. പക്ഷേ പിയാനോൻ്റെത് ഇപ്പോൾ എത്ര നേരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പോവുകയും ചെയ്തു. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളത്. പിന്നെ ഇത് തന്നെ ഇപ്പോൾ ഇനി കൂടുതൽ കേട്ടെ എനിക്ക് തല നല്ലോണം വേദനെടുക്കും. ഞാൻ പുറത്ത് പോയിട്ടൊരു നല്ല വായു ശ്വസിക്കട്ടെ. എന്നാ നീ പുറത്ത് പോയി കേട്ടോ. ലിസ, ഇത്രയും നേരം ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ലിസ. എത്ര ഞാൻ പ്രപ്പോസ് ചെയ്തു, എന്തുകൊണ്ട് നീ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മുതല്. എടാ, നിന്നൊക്കെ ആരും പ്രേമിക്കോ? കാർത്തിക്കാരി വലിച്ച് എനിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ആ ലിസ, ഇന്നലെ വരെ ഞാൻ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതാ. ഇന്ന് ഞാൻ വന്ന് പറഞ്ഞ് നീ റിജക്ട് ചെയ്ത, പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കില്ല. അയ്യടാ, നീ എന്നെ സ്നേഹിച്ചാലുണ്ടെങ്കിൽ എനിക്ക് എന്താടാ? ഒന്ന് അറിഞ്ഞു പോകുന്നുണ്ടോ? മനുഷ്യന്റെ സമാധാനം കളയാൻ വന്നേക്കണം. കറക്റ്റ്. നീ എന്നെ കളിയാക്കിക്കൂടി. പോണ വഴിക്ക് ഈ റൂം അടച്ചിട്ട് ഞാൻ പോളൂ. ഇന്ന് രാത്രി നീ ഇവിടെ തന്നെ കിടക്കടി. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ സ്വിച്ച് ഞാൻ ഓഫാക്കും. അങ്ങനെ ദേഷ്യത്തിൻ്റെ പുറമെ വന്ന ആള് ലിസയെ മുറിയുടെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് യൂഞ്ചി വന്ന് നോക്കിയപ്പോൾ വാതിൽ പൂട്ടിയിട്ട് കണ്ടപ്പോൾ ലിസ പോയെന്ന് വിചാരിച്ചിട്ട് അവളും തിരിച്ച് പോകാനായിട്ട് ഇറങ്ങി. ലിസയെ കാണാതായത് കൊണ്ട് തന്നെ ലിസ അവളെ കൂട്ടാണ്ട് പോയതാണെന്ന് വിചാരിച്ചിട്ടാണ് യൂഞ്ചി അങ്ങനെ പോകുന്നത് തന്നെ. അങ്ങനെ ഹോസ്റ്റൽ റൂമിലെത്തുന്നതും ലിസയുടെ അവസ്ഥയും. അവൻ എന്നെ ഇതിനുള്ളിൽ പോട്ടിട്ടിട്ട് കുറേ പേരുണ്ട്. കേരളത്തിൽ നിന്നും US പഠിക്കാൻ പോയ വിദ്യാർത്ഥിനി ക്രൂരമായി മരണപ്പെട്ടിരിക്കുന്നു. മരണമാദ്യമായി കണ്ടതും പോലീസിൽ കാര്യം അറിയിച്ചതും കൂട്ടുകാർ തന്നെയാണ്. നേരം ഇരുട്ടിയിട്ടും കൂട്ടുകാരിയെ കാണാത്തതിനാൽ ഹോസ്റ്റൽ മേറ്റ്സ് മരണപ്പെട്ട പെൺകുട്ടി പഠിക്കുന്ന പിയാനോ ക്ലാസ്സിലോട്ട് പോയപ്പോഴാണ് കാര്യം അറിഞ്ഞിരുന്നത്. ക്രൂരമായി മർദ്ദനമേറ്റു മരിച്ചിരിക്കുന്നു. എങ്ങനെ മരിച്ചു, ആര് കൊന്നു എന്ന് ഒന്നും വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒന്നും തിരിയാതെയായി. ഇതേ തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന് വിവരം അറിയിച്ച മരണപ്പെട്ട പെൺകുട്ടിയുടെ കൂട്ടുകാർ. ഞാൻ ഇത്രയും കാലം സ്വപ്നം കണ്ട പെണ്ണല്ലേ അത്? ഏട്ടാ, അതാ ടി വിയിൽ ഇപ്പോൾ കാണിച്ചായിരുന്നു അവളെ. ഇത്രയും കാലം ഞാൻ സ്വപ്നത്തെ കണ്ട് പ്രണയിച്ചു കൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ ഇപ്പോൾ ഈ കൊലപാതകം നടന്ന പെണ്ണിൻ്റെ സുഹൃത്താണെന്ന് തോന്നുന്നു. US ആണെന്ന് തോന്നുന്നു. ഏട്ടാ, എന്നാൽ മറ്റൊന്നും നോക്കണ്ട, നമുക്ക് US പോയേട്ടാ. എനിക്കവിടെ കാണണം. എടാ, നീ ഇത്ര ടെൻസ്ഡ് ആവണ്ട. ഞാൻ നാളെ തന്നെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. മോർണിംഗ് തന്നെ നമുക്ക് US പുറപ്പെടാം, ഓക്കെ? ശരി ഏട്ടാ, ഐ എം സോ ഹാപ്പി. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ഇനിയിപ്പോൾ അവൾ എൻ്റേത് മാത്രമായിരിക്കും. ഇത്ര ഞാൻ പറഞ്ഞു വേണ്ട, ഇതൊന്നും കളിക്കണ്ടെന്ന്. പക്ഷെ അവൾ ഒറ്റൊരുത്തിൻ്റെ ആഗ്രഹം കൊണ്ട് കളിച്ചിട്ട് അത് അവൾക്ക് തന്നെ പണിയായില്ലേ? ഞാനിത് വെറുതെ തമാശയാണെന്ന് മാത്രം വിചാരിച്ചു കൊണ്ടിരുന്നത്. എന്നാലും അവളെ നമ്മൾ വിട്ട് പോയില്ലേ? നമ്മളായിട്ട് എല്ലാം വരുത്തി വെച്ചതാ. അതിന് തുടക്കം ഇതേപ്പറ്റി പറഞ്ഞത് അവള്.
ഒരുമിച്ച് കളിച്ചതല്ലേ. ഇനി ഇനി ആ ബുക്കിൽ വേറെ ആരെങ്കിലും പേര് ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ, അത് ശരിയാ, നമുക്ക് പോയി നോക്കാം. ആ, ജെന്നി, നീ ഞാനോ? എനിക്ക് പേടിയില്ല. നിങ്ങൾ വെറുതെ എന്നെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാപത്തും വരില്ല, അവർക്കായി നമ്മൾ ജീവിക്കണമെന്ന്. എന്നെ കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഐ ഡോണ്ട് സ്കാരി. ഓ, സമ്മതിച്ചു. നമുക്കെന്നാ കിടക്കാം, ഇനി ഒന്നും നോക്കണ്ട. സത്യത്തിൽ എത്ര പ്രപ്പോസൽസ് എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ഞാൻ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തായിരിക്കും എന്നോട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, റിയൽ എന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ അങ്ങോട്ടൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന പോലത്തെ ഒരു പയ്യനെ. ആരാവനെ? ഞാൻ അത്രയും അവനെ. കുക്കി, നീ എന്താ ഉറങ്ങാതെ ഇങ്ങനെ എണീച്ചിരിക്കുന്നത്? എന്താണ് പറ്റിയേ? ഒന്നുമില്ല, നീ കിടന്നോ, ഞാനിപ്പോൾ കിടക്കും. അതെ, എനിക്ക് വല്ലാണ്ട് മൂത്രയ്ക്കാൻ പറ്റുന്ന പോലെ. ഞാൻ ബാത്റൂം പോയിട്ട്. എത്ര മണിയായി? 1 മണിയായോ രാത്രി? ജെന്നി, ആരാ? കേട്ട് വരുന്നില്ലാത്ത ഏതോ ഒരു ഉണക്ക ശബ്ദം. ജെന്നി, ഇത് ഞാൻ കുക്കി, നിങ്ങൾ എന്നെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അപ്പൊ നീ കണ്ടുപിടിച്ചല്ലേ ഞാനാന്ന്? ഞാൻ പുറത്ത് നിന്നെ കാത്തുണ്ടാകും. പേടിപ്പിക്കാതെ പോടി കുരുപ്പേ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിന്നും US പഠിക്കാനും പോയ വിദ്യാർത്ഥിനി ഹോസ്റ്റൽ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂയിസൈഡാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ കുട്ടികളൊക്കെ എന്തിനാ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കുന്നേ? കണ്ടില്ലേ, ഒന്നല്ല രണ്ടാളും നമ്മളെ കൂട്ടുന്നത് പോയത്. ഇനി ആരൊക്കെ പോകുന്ന പറയാൻ പറ്റില്ല. എനിക്ക് വയ്യ. അപ്പോൾ ശരി, ബായ് കുക്കി, ഉഞ്ചി, ജിസോ. ഞാൻ പോവാട്ടോ. ഇനി എനിക്ക് ഇവിടെ നിന്നിട്ട് വയ്യടി, നല്ല രീതി പേടിയാവുന്നുണ്ട്. ഞാൻ പോവാ. ശരി എന്നാ, ശ്രദ്ധിച്ച് പോണേ. ആടി, ഞാൻ ശ്രദ്ധിക്കാണ്ട് പോവോ? നിങ്ങൾ 3 സൂക്ഷിക്കണം. നമ്മുടെ കൂട്ടത്തിൽ 2 പോയതാ, സൂക്ഷിക്കണം കേട്ടോ. Oh my God. പ്രധാന വാർത്ത. ആക്സിഡന്റ്. വാഹന അപകടത്തിൽ ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ടിരിക്കുന്നു. സംഭവം നടന്നത് US-ലാണ്. ഏട്ടാ, കണ്ടുപിടിച്ചോ ഹോസ്റ്റൽ എവിടെയാന്ന്? ആ, ഹോസ്റ്റൽ എവിടെയാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് നേരെ പോവാം. നീ പോയി പറ, എനിക്ക് ആരും കാണണ്ടാന്ന്. എനിക്ക് കുട്ടിയോട് സംസാരിക്കണം. ഞാൻ കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തായാലും നിന്നെ പ്രണയിക്കുന്നുണ്ട്, ഇനിയും അവഗണിക്കരുത്. ഒന്ന് പറയുന്നത് കേൾക്കണം. ഞങ്ങൾ നിന്നെ തപ്പി കുറേ നടന്നു. നിന്റെ ചിത്രം എൻ്റെ അനിയൻ സ്വപ്നത്തിൽ കണ്ട പോലെ വരച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ന്യൂസ് കണ്ടത്. അവിടെ നിന്നെ കണ്ടപ്പോൾ അത് US, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ US-ലൂടെ വന്നത് തന്നെ. പിന്നെ എൻ്റെ അനിയൻ എന്നും നിന്നെ സ്വപ്നത്തിൽ കാണും. അങ്ങനെ നിന്നെ പ്രേമിച്ചു അവന്. ഡ്രീം ലവ്. ആരത്? ഇവന് എനിക്കറിയാം. ഞാൻ എന്നും ഇല്ല. ഇത് സത്യമാണോ? നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കാണാറുണ്ടോ? അതെ, സ്വപ്നത്തിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ അന്വേഷിച്ച് വന്നത്. ഓ മൈ ഗോഡ്, സത്യം. റിയലി ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും സ്വപ്നത്തിൽ കാണാറുണ്ട് തന്നെ. യെസ്, വി ആർ കണക്റ്റഡ് ടുഗെദർ. ഐ ലവ് യു. ഐ ലവ് യു ടു. ആൻഡ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്കൊന്ന് പുറത്തു പോവാം, ഞാൻ പറയാമല്ലോ. ബുക്കിലിന് നെക്സ്റ്റ് ടാർഗറ്റ് ആരാന്നുള്ള വരെ നമുക്ക് നോക്കണ്ടേ കുക്കി? കൺഗ്രാറ്റ്സ്,
നിങ്ങൾ 3 പേരും നല്ല ലക്കിയാണ്. നിങ്ങളെ നിങ്ങളറിയാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുണ്ട്. മരണപ്പെട്ട 3 ആൾക്കാരെയും റിയലായി സ്നേഹിക്കുന്ന ആരുമില്ല, ശരീരത്തിന് വേണ്ടി മാത്രം. പിന്നെ പ്രധാന കാരണം അവരുടെ ക്യാരക്ടറാണ്. നെക്സ്റ്റ് പേജിൽ എന്നെപ്പറ്റി പറയുന്നുണ്ട്. ഗായ്സ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ റോസ് മരിക്കുമ്പോൾ അവൾ നമ്മളെല്ലാം ഇട്ടേച്ച് അവളുടെ സ്വന്തം കാര്യം നോക്കി പോയി. ജെന്നി മരിക്കുമ്പോൾ പ്രശ്നം അവളെ ആരും കൊല്ലില്ല, അവൾ അത്രയും സുന്ദരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ താഴ്ത്തി. ലിസ ഐ തിങ്ക് ഒരു ഒരാൾ അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു റിയലായിട്ട്. പക്ഷെ അയാളെ കറുപ്പൻ എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവർക്ക് മരണം തന്നെയാണ് ശിക്ഷ. സ്നേഹം മനസ്സിലാക്കില്ല, കൂട്ടുകാരെ ഉപേക്ഷിച്ച് പോകും, സ്വന്തം ഞാനെന്ന ഭാവം. ഇതൊക്കെ തെറ്റാ. നമ്മൾ എന്നും എല്ലാവരെയും സ്നേഹിക്കണം, പ്രകൃതിയെ വരെ സ്നേഹിക്കണം. പ്രകൃതിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് കുറേ തിരിച്ചടി കിട്ടുന്നത് തന്നെ. അപ്പോൾ എന്നെ ആരാ സീക്രട്ടായിട്ട് പ്രണയിക്കുന്നേ? ഓ, അപ്പോൾ അതാണോ കൺഫ്യൂഷൻ? നിന്നെ പ്രണയിക്കുന്നത് വേറെ ആരില്ല മോളെ. നീ നിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാൻ, അവിടെ കാണാം ഷെയർ ലിസ്റ്റിൽ ഏതോ ഒരു നമ്പറിലുള്ള ആൾ നിന്നെ സീക്രട്ടായിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്ന്. അല്ല, ഈ പൂജക്കുട്ടി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയട്ടെ, എന്നെ കൊണ്ടാ. ന്യൂസിൽ നിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ പൊന്നു കുക്കി, ഞാൻ അവളോട് കണ്ണിറുക്കി കാണിച്ചിട്ടില്ല. ഇല്ല, ചതിയ എല്ലാവരും ചതിയ. നീ അവളോട് കണ്ണിറുക്കി കാണിക്കുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ പൊന്നു കുക്കി, പോസസീവ്നെസ് കൊണ്ടാ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞില്ല, എന്നാലും സാരമില്ല. നൈറ്റ് ഇന്ന് ഞാൻ നിൻ്റെ കൂടെ കിടക്കും. അയ്യടാ, നീ ഒലത്തു പോടാ. പൂഞ്ചി മോളെ ചേട്ടാ പറയുന്നൊന്ന് കേക്ക്. എന്താ പറ്റിയേട്ടാ? അത് ജിസോൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയിട്ട് സീക്രട്ട് ലവറിനെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒന്ന് ഫ്ലോട്ട് ചെയ്തു, അതിനാ. അന്നേരം തന്നെ മരിച്ചാൽ മതിയായിരുന്നു. റിയൽ ലവ് എന്ന് വെച്ചാൽ ഇതാ, ഈ ജലസും പൊസസും ഒക്കെ ഓവർലോഡായിരിക്കും. ഇത് തന്നെയാ പ്രശ്നം. ജീവനേട്ടൻ്റെ കാര്യത്തിന് എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. നല്ല കാര്യം അത്. ഹായ് ആർമി, വൺ ഷോട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനൊരു 3 ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ 3, 2, 1 അങ്ങനെയായിട്ട് പറയാം. മൂന്നാമത്തെ കാര്യം 3K സ്പെഷ്യലാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഹാപ്പി വിഷു സ്പെഷ്യലാണ്. ആൻഡ് ഒന്നാമത്തെ കാര്യം ഇതൊരു ഡ്രീം വൺ ഷോട്ടാണ്. അതായത് എൻ്റെ അനിയത്തി കണ്ടൊരു സ്വപ്നമാണ് ഇത്. അത് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തു. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. കാരണം ഇത് സ്വപ്നം ഞാൻ ഇങ്ങനെ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു. കാരണം എനിക്ക് ഈ ഒരു സ്വപ്നം എന്തോ ഒരു മിറാക്കിളായി തോന്നി. ഇത് ചെയ്യാൻ ഭയങ്കര മൂഡ് തോന്നി. പിന്നെ ഞാൻ അപ്പം തന്നെ ചെയ്തു. അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു.